PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 17-ാം തീയതി നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. പുതിയ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്കും പഠിച്ചത് മറക്കാതെ റിവൈൻഡ് ചെയ്യുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് ആൻ എറർ ഇൻ ഓഡിറ്റിംഗ്. ഡാഷ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് ആൻ എറർ ഇൻ ഓഡിറ്റിംഗ്. ഓപ്ഷൻസ്: മാനേജ്മെൻറ്റ് പോളിസി എറർ, ക്ലറിക്കൽ എറർ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഓഡിറ്റിങ്ങിലെ എറേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അക്കൗണ്ടൻസിലെ എറേഴ്സുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മാനേജ്മെൻറ്റ് പോളിസി എറർ. നമുക്കറിയാം എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറർ ഓഫ് പ്രിൻസിപ്പിൾ, ഇതെല്ലാം അക്കൗണ്ടൻസിയിലെ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിലെ എറേഴ്സിൽ വരുന്നതാണ്. മെയിനായിട്ടും 2ആയിട്ടാണ് എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലറിക്കൽ എറേഴ്സും എറർ ഓഫ് പ്രിൻസിപ്പിളും. ഈ ക്ലറിക്കൽ എറേഴ്സിൽ വരുന്നതാണ് എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, ഇതൊക്കെ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മാനേജ്മെൻറ്റ് പോളിസി എറർ. രണ്ടാമത്തേത്: ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ ഓപ്ഷൻസ്: an independent person, a statutory entity, employee of the organization, chairman of the company. ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നത് എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ പീപ്പിൾ അഥവാ എംപ്ലോയി ആണ് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത്. ഇൻറ്റേർണൽ ഓഡിറ്റിനെയാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേഷണൽ ഓഡിറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത് ഇൻറ്റേർണൽ പീപ്പിൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇൻറ്റേർണൽ ചെക്ക് മീൻസ് ഒരാളുടെ വർക്ക് മറ്റൊരാൾ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് പോകുന്നതാണ്. ദ സിസ്റ്റം ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ ഈസ് കോൾഡ് ഇൻറ്റേർണൽ ചെക്ക്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ. ഉത്തരം എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് നോട്ട് യൂഷ്വലി ഡൺ ഓൺ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് എൻറ്റിറ്റി. ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് നോട്ട് usually done on which one of the following entity? Options: statutory companies, government departments, government companies, public companies. ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യാത്ത എൻറ്റിറ്റി ഏതാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പബ്ലിക് കമ്പനീസ്. വിച്ച് വൺ ഈസ് നോട്ട് എ റൈറ്റ് ഓഫ് ആൻ ഓഡിറ്റർ? വിച്ച് വൺ ഈസ് നോട്ട് എ റൈറ്റ് ഓഫ് ആൻ ഓഡിറ്റർ? ഓപ്ഷൻസ്: റൈറ്റ് ടു റിസീവ് നോട്ടീസ്, right to sign audit report, right to obtain the information and explanation, right to alter management decision. ഈ തന്നിരിക്കുന്നതിൽ ഓഡിറ്ററുടെ റൈറ്റ്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റൈറ്റ് ടു ഓൾട്ടർ മാനേജ്മെൻറ്റ് ഡിസിഷൻ. മാനേജ്മെൻറ്റ് ഡിസിഷൻ ഓൾട്ടർ ചെയ്യാൻ ഓഡിറ്റർക്ക് അധികാരമില്ല. Dash is an arrangement of the duties of employees in such a manner that the work performed by one person is automatically and independently checked by the other. Dash is an arrangement of the duties of employees in such a manner that the work performed by one person is automatically and independently checked by the other. Options: internal audit, internal control, internal check, internal administration. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു എംപ്ലോയിയുടെ വർക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരാൾ ചെക്ക് ചെയ്ത് പോകുന്നതിനെ ഇൻറ്റേർണൽ ചെക്ക് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു അസർടൈൻ ദ ഓതൻറ്റിസിറ്റി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു അസർടൈൻ ദ ഓതൻറ്റിസിറ്റി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി. ഓപ്ഷൻസ്: ഓഡിറ്റിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, വാലുവേഷൻ, വൗച്ചിങ്. അതായത് ട്രാൻസാക്ഷൻ്റെ ഓതൻറ്റിസിറ്റി അസർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്ററി എവിഡൻസ്, ഡോക്യുമെൻറ്റ്സ് വെച്ച് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൗച്ചിങ്. വൗച്ചർ വെച്ച് ഓരോ ട്രാൻസാക്ഷൻ്റെയും ഓതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യുന്നതിനെ
വൗച്ചിങ് എന്നാണ് പറയുന്നത്. വൗച്ചർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഇൻവോയ്സ്, റെസീറ്റ്, കൗണ്ടർ ഫോയിൽ ഓഫ് റെസീറ്റ് ബുക്ക്, പെയിൻ സ്ലിപ്പ് തുടങ്ങിയ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. വൗച്ചിങ് ഈസ് ആൻ ആക്ട് ഓഫ് കമ്പയറിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിത്ത് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ദെയർ ഓഫ്. വൗച്ചർ ഒറിജിനൽ വൗച്ചറിനെ പ്രൈമറി വൗച്ചർ എന്നും ഒറിജിനൽ വൗച്ചർ മിസ്സാവുന്ന കേസിൽ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ കൊളാട്രൽ വൗച്ചർ എന്നുമാണ് പറയുന്നത്. ഇതും ചോദിക്കാറുള്ളതാണ്. വെൻ ഒറിജിനൽ വൗച്ചർ ഈസ് മിസ്സിംഗ്, കൊളാട്രൽ വൗച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒറിജിനൽ വൗച്ചർ മിസ്സാവുന്ന കേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചറിനെ കൊളാട്രൽ വൗച്ചർ എന്നാണ് പറയുന്നത്. വൗച്ചിങ് ഈസ് എ എസൻസ് ഓഫ് ഓഡിറ്റിംഗ്. The main objective of efficiency audit is options: the efficient performance of employees, the optimum utilization of investments, launching of new product, assessment of the efficiency of the management. എഫിഷ്യൻസി ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പലതരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട്. മാനേജ്മെൻറ്റ് ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇൻ്ററിംഗ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, സ്പെഷ്യൽ ഓഡിറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഓഡിറ്റുകളുണ്ട്. അതിൽ എഫിഷ്യൻസി ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. എഫിഷ്യൻസി ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ പരിശോധിക്കലാണ്. ഡാഷ് ഈസ് എ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒബ്സർവ്ഡ്, എറേഴ്സ്, ഡൗട്ട്ഫുൾ ക്വറീസ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ടു ബി റിസീവ്ഡ് ഫ്രം ദ ക്ലയൻസ്. ഡാഷ് ഈസ് എ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒബ്സർവ്ഡ്, എറേഴ്സ്, doubtful queries, explanations and clarifications to be received from the clients. Options: audit program, audit report, audit rules, audit book. അതായത് ഓഡിറ്റ് സ്റ്റാഫ് കണ്ടെത്തിയ പോയിന്റുകളും എറേഴ്സും സംശയമുള്ള കാര്യങ്ങളും, അതായത് ക്ലാരിറ്റി വരുത്തേണ്ട കാര്യങ്ങളും, പിന്നെ ക്ലയൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എക്സ്പ്ലനേഷൻസും ക്ലാരിഫിക്കേഷൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓഡിറ്റ് ബുക്ക്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിന് ശേഷം ഓഡിറ്റർ ഓർഗനൈസേഷന് കൊടുക്കേണ്ട ഫൈനൽ റിപ്പോർട്ടാണ്. ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റേഴ്സിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷനാണ്. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ആൻ ഔട്ട്ലൈൻ ഓഫ് വർക്ക് ടു ബി ഡൺ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്: ഡാഷ് ഈസ് എ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് സ്റ്റാഫ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒബ്സർവ്ഡ്, എറേഴ്സ്, ഡൗട്ട്ഫുൾ ക്വറീസ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ടു ബി റിസീവ്ഡ് ഫ്രം ദ ക്ലയൻറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓഡിറ്റ് ബുക്ക്. ഡാഷ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. ഡാഷ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ്. ഓപ്ഷൻസ്: വേസ്റ്റിംഗ് അസറ്റ്സ്, കണ്ടിൻജൻറ്റ് അസറ്റ്സ്, ക്ലാസിഫൈഡ് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. കാണാനോ തൊടാനോ കഴിയാത്ത അസറ്റുകളെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗുഡ്വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് ഉദാഹരണങ്ങളാണ്. കാണാനോ തൊടാനോ കഴിയാത്ത കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ് അത്തരം അസറ്റുകളെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ് ഡു നോട്ട് കൺസിഡർ ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് എ ഫിക്സഡ് അസറ്റ്? Which of the following factors do not consider for depreciation of a fixed asset? Options: cost of asset, market price of asset, useful life of asset, salvage value. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പരിഗണിക്കാത്ത കൺസിഡർ ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? അത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് അസറ്റ്. അസറ്റിൻ്റെ കോസ്റ്റും അതുപോലെ യൂസ്ഫുൾ ലൈഫും സാൽവേജ് വാല്യൂവും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഫോർമുല നമുക്കറിയാം, കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. അതാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധമില്ലാത്ത ഫാക്ടർ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് അസറ്റ്. അടുത്തത്, ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ ഫയലിംഗ് ആൻ അപ്പീൽ എഗെയിൻസ്റ്റ് എ റിഫ്യൂസൽ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് ടു എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി. ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ ഫയലിംഗ് ആൻ അപ്പീൽ എഗെയിൻസ്റ്റ് എ റിഫ്യൂസൽ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്
to a member of a cooperative society shall be 60 days, 30 days, 15 days, 7 days. ഇത് കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കയറി വന്നതാണ്. അതായത് ഐഡൻറ്റിറ്റി കാർഡ് റിഫ്യൂസ് ചെയ്യുന്ന കേസിൽ അപ്പീൽ കൊടുക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഓപ്ഷൻ സി ആണ് 15 ഡേയ്സ്. 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കേണ്ട ഒറ്റൊരു കേസേ ഉള്ളൂ. അത് ഐഡൻറ്റിറ്റി കാർഡ് റിഫ്യൂസ് ചെയ്യുന്ന കേസാണ്. പിന്നെ അഫിലിയേഷൻ റിഫ്യൂസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കണം. ബാക്കി എല്ലാ കേസിലും 60 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. In the case of social welfare societies which accept deposit from members and issue loan, the audit fee is calculated on the basis of dash. In the case of social welfare societies which accept deposit from members and issue loan, the audit fee is calculated on the basis of dash. Options: gross income, working capital, sale proceeds, working capital or sale proceeds, whichever is higher. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ്, അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോണ് കൊടുക്കുകയും ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിൻ്റെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഡു നോട്ട് ഗ്രാൻഡ് ലോണ് കൊടുക്കാതിരിക്കുകയും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യാത്ത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികൾക്ക് ഓഡിറ്റ് ഫീസിൽ എക്സംഷൻ ഉണ്ട്. എന്നാൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോണ് കൊടുക്കുകയും ചെയ്യുന്ന സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടത്. വിച്ച് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു മോട്ടിവേറ്റ് ദ കസ്റ്റമർ ടു മേക്ക് പേയ്മെൻറ്റ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്? Which type of discount is allowed to motivate the customer to make payments within a specified period? Options: trade discount, cash discount, period discount, customer discount. Prompt payment നടത്തുമ്പോൾ അവർക്കുള്ള ഒരു മോട്ടിവേഷനായിട്ട് അനുവദിക്കുന്ന ഡിസ്കൗണ്ട് ഏതാണ്? അത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് ക്രെഡിറ്റർ ഡെറ്റർക്ക് അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. കിട്ടാനുള്ള പൈസ കൃത്യസമയത്തിന് തിരിച്ചു തരുമ്പോൾ ക്രെഡിറ്റർ ഡെറ്റർക്ക് അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. വേറൊരു ഡിസ്കൗണ്ട് ഉണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട്. അത് ഹോൾസെയിലർ റീറ്റെയിലർക്ക് അനുവദിക്കുന്നതാണ്. ബൾക്ക് പർച്ചേസ് നടത്തുന്ന സമയത്ത് അനുവദിക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതല്ല. എക്സാമിൻ്റെ തൊട്ട് മുമ്പിട്ട ക്ലാസ്സിൽ കൂടി ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്യാഷ് ഡിസ്കൗണ്ട്. ട്രയൽ ബാലൻസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡാഷ്. ട്രയൽ ബാലൻസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡാഷ്. ഓപ്ഷൻസ്: അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് പോസ്റ്റിംഗ്, കറക്റ്റ്നെസ് ഓഫ് ഡെബിറ്റ് ബാലൻസസ്, ആക്യുറസി ഓഫ് ജേണൽ എൻട്രീസ്, കറക്റ്റ്നെസ് ഓഫ് ക്രെഡിറ്റ് ബാലൻസസ്. അതായത് ട്രയൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് പോസ്റ്റിംഗ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ട് അത് തന്നെയായിരിക്കും ഉത്തരം വരിക. ട്രയൽ ബാലൻസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട്, ഉത്തരം ഓപ്ഷൻ എ, അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് പോസ്റ്റിംഗ്. ദ ഫോർമുല അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് റിവീൽസ് മീനിങ് ഓഫ് വിച്ച് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്? ദ ഫോർമുല അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് റിവീൽസ് മീനിങ് ഓഫ് വിച്ച് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്? ഓപ്ഷൻസ്: ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, ഡുവൽ ആസ്പെക്റ്റ്, അക്രൂവൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡുവൽ ആസ്പെക്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് അനുസരിച്ചാണ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് പറയുന്നത് ഓരോ ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബിസിനസ് ഓണേഴ്സിൽ നിന്നും ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ ഓണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് എൻറ്റിറ്റി ബിസിനസ്സിനുണ്ട്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. ബിസിനസ്സിലൊരു ലോങ് ടേം ലൈഫ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. ഡ്യുവൽ ആസ്പെക്റ്റിൽ പറയുന്നത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഓരോ ഡെബിറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ക്രെഡിറ്റും ഉണ്ടായിരിക്കും. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവും. വെൻ ആൻ അക്കൗണ്ട് ഈസ് റോങ്ലി ബാലൻസ്ഡ് ദ ടൈപ്പ് ഓഫ് എറർ ഒക്കേർഡ് ഈസ്. വെൻ ആൻ അക്കൗണ്ട് ഈസ് റോങ്ലി ബാലൻസ്ഡ് ദ ടൈപ്പ് ഓഫ് എറർ ഒക്കേർഡ് ഈസ്. ഓപ്ഷൻസ്: എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറർ. 4 ടൈപ്പ് എറേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഒരു അക്കൗണ്ട് റോങ്ലി ബാലൻസ് ചെയ്യുന്നത് 7 തരം എററാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ.
എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ വിട്ടുപോകുന്നതാണ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ വരുന്ന മിസ്റ്റേക്കാണ്. അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിനെ ബാലൻസ് ആക്കുന്ന മറ്റൊരു തെറ്റുണ്ടാവും. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ഇൻ വിച്ച് വൺ എറർ ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ. ഇത് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഈ കോമ്പൻസേറ്റിംഗ് എറേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ നിന്ന് ഈ മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് എറേഴ്സ് കമ്മിറ്റഡ് വെൻ ദ ട്രാൻസാക്ഷൻസ് ആർ ഇൻകറക്റ്റ്ലി റെക്കോർഡ്. ഇൻകറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക, റോങ്ലി ബാലൻസ് ചെയ്യുക, ഇതെല്ലാം എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ അക്വിസിഷൻ ഓഫ് പേറ്റൻറ്റ്? Which is the type of expenditure incurred on acquisition of patent? Options: revenue expenditure, fictitious expenditure, capital expenditure, contingent expenditure. പേറ്റൻറ്റ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ഏതാണ്? അത് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ലോങ് സ്റ്റാൻഡിംഗ് അസറ്റുകളുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ് ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് ആ ഒരു പേയ്മെൻറ്റ് ഉണ്ടാവുക. ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് ഉള്ള എക്സ്പെൻസസ് ആണെങ്കിൽ അത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഫിക്സഡ് അസറ്റ്സ് പോലെയുള്ള ലോങ് സ്റ്റാൻഡിംഗ് അസറ്റുകൾ അക്യൂർ ചെയ്യാൻ എടുക്കുന്ന എക്സ്പെൻസസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഇൻ ദ കേസ് ഓഫ് വേസ്റ്റിംഗ് അസറ്റ് ലൈക്ക് മൈൻസ് ആൻഡ് ക്വാറീസ്? Which method of depreciation is charged in the case of wasting assets like mines and quarries? Options: revaluation method, annuity method, diminishing balance method, depletion method. Wasting assets പോലെയുള്ള മൈൻസ് ആൻഡ് ക്വാറീസുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേം ഏതാണ്? അത് ഡിപ്ലഷൻ ആണ്. ഡിപ്ലഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് മൈൻസ് ആൻഡ് ക്വാറീസ് പോലെയുള്ള വേസ്റ്റിംഗ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്. വേസ്റ്റിംഗ് അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ മെത്തേഡ് ഡിപ്ലഷൻ മെത്തേഡ്. ഡിപ്ലഷൻ മെത്തേഡിനെയാണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ഫിക്സഡ് അസറ്റ് ഈസ് ₹10 lakhs. എവറി ഇയർ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് റിട്ടൺ ഓഫ് ഓവർ ദ ലൈഫ് സ്പാൻ ഓഫ് 5 years. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ? The cost of acquisition of a fixed asset is ₹10 lakhs. Every year, equal amount of depreciation is written off over the lifespan of 5 years. What is the rate of depreciation? Options: 20%, 10%, 12.5%, 25%. ഡിപ്രീസിയേഷൻ്റെ റേറ്റ് ആണ് കാണേണ്ടത്. ഡിപ്രീസിയേഷൻ കാണേണ്ട ഫോർമുല നമുക്കറിയാം. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് സ്പാൻ, അതായത് 5 വർഷം. അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. ഇവിടെ സാൽവേജ് വാല്യൂ തന്നിട്ടില്ല. അപ്പം 10 lakhs ഡിവൈഡഡ് ബൈ 5 വരും. 2 lakhs ആണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് വരുന്നത്. ഡിപ്രീസിയേഷൻ്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് 2 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 20%. ഉത്തരം ഓപ്ഷൻ എ ആണ്, 20%. The ability of a firm to meet its current liabilities is known as. The ability of a firm to meet its current liabilities is known as. Options: profitability, equity, activity, liquidity. കറൻറ്റ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നതിനുള്ള ഫേമിൻ്റെ കഴിവിനെ ലിക്വിഡിറ്റി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കറൻറ്റ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ ഒരു ഫേമിനുള്ള കഴിവിനെ ലിക്വിഡിറ്റി എന്നും ലോങ് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ ഒരു ഫേമിനുള്ള കഴിവിനെ സോൾവൻസി എന്നുമാണ് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറൻറ്റ് ലയബിലിറ്റീസ് ഈസ് നോൺ ആസ് ലിക്വിഡിറ്റി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് ഈസ് ഷോൺ ഇൻ ദി ഓപ്ഷൻസ്: ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാഡ് ഡെറ്റ് യൂഷ്വലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എന്നാൽ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡായി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്.
വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ എബവ് ജേണൽ എൻട്രി? ഓപ്ഷൻസ്: ക്രിയേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, റെഡ്യൂസിംഗ് വേജസ് അക്കൗണ്ട്, ഡബ്ലിംഗ് വേജസ് അക്കൗണ്ട്, ട്രാൻസ്ഫറിംഗ് വേജസ് അക്കൗണ്ട്. വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, അതായത് വേജസ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ എൻട്രി വരുന്നത് വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്നാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എല്ലാം ലയബിലിറ്റിയാണ്, അത് കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ജേണൽ എൻട്രിയുടെ പർപ്പസ് എന്താണ് എന്നാണ് ചോദ്യം. അത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രിയേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് കാണിക്കുക. ഈ വേജസ് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എൻട്രി വരുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ്. അപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിന് ഓൾറെഡി ഒരു ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഇപ്പോൾ ഡെബിറ്റായി, അങ്ങനെ 0 ആകും. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്, അതായത് വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്നാണ്. അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യുകയും ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റ് ചെയ്യുകയാണ്. വേജസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രിയേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട്. The summarized form of cash book is prepared in the form of. The summarized form of cash book is prepared in the form of. Options: income and expenditure account, receipts and payment account, trial balance, reconciliation statement. അതായത് ക്യാഷ് ബുക്കിൻ്റെ സമ്മറൈസ്ഡ് ഫോം ഏതാണ്? സംശയമില്ല, ഓപ്ഷൻ ബി ആണ് ഉത്തരം, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്, ഇത് ക്യാഷ് ബുക്കിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ബാക്കി ട്രയൽ ബാലൻസും റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റൊന്നും നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരവും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്കിന് പകരവുമാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിൻ്റെ സമ്മറൈസ്ഡ് ഫോമാണ്. അത് തന്നെയാണ് അടുത്ത ചോദ്യം. ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദെയർ ഫൈനൽ അക്കൗണ്ട്സ് ഇൻ ദ ഫോം ഓഫ്. The non-profit organizations are required to prepare their final accounts in the form of. Options: profit and loss account and balance sheet, manufacturing account and balance sheet, profit and loss appropriation account and balance sheet, income and expenditure account and balance sheet. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ് 3 എണ്ണമാണ്: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓപ്ഷനിൽ മാച്ച് ആവുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ടോട്ടൽ വാല്യുബിൾ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു. ടോട്ടൽ വാല്യുബിൾ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു. ഓപ്ഷൻസ്: ഗ്രോസ് അസറ്റ്സ്, നെറ്റ് അസറ്റ്സ്, ഓപ്പറേറ്റിംഗ് അസറ്റ്സ്, ലോങ് ടേം അസറ്റ്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെറ്റ് അസറ്റ്സ്. ടോട്ടൽ വാല്യുബിൾ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്സ്. 17/5/2026 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.